കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ അപകടത്തിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒഡീഷ സ്വദേശി ഉദയൻ മാഞ്ചിയാണ് മരിച്ചത്. പരിക്കേറ്റ പന്തീരാങ്കാവ് സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. YS അഭിനന്ദ് കക്കോടിയിൽ നിന്ന്, ഒപ്പം സമീർ സി മുഹമ്മദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ആദ്യം YS അഭിനന്ദിലേക്കാണ്. അഭിനന്ദ്, രാവിലെ 11 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായതെന്ന് തോന്നുന്നു. അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരല്പം സമയം രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു. പക്ഷേ അത് ഫലം കണ്ടില്ല. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്? അനുജ, ഇന്ന് രാവിലെ 9 മണിക്കാണ് അതിഥി തൊഴിലാളി ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഉദയ മാഞ്ചി ഈ കാണുന്ന ഇവിടെ ഈ വീടിന്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. 3 ആഴ്ചയായിട്ട് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 ആഴ്ചയായി ഇപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തിയിട്ട് തുടരെ ദിവസങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ ഒഡീഷ സ്വദേശിയായിട്ടുള്ള ഉദയ മാഞ്ചി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെയാണ് ഈ മതിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയിലേക്ക് കടക്കുന്നത്. 3 പേർ ഉണ്ടായിരുന്നു, 2 അതിഥി തൊഴിലാളികളും ഒരു പ്രദേശവാസി. ഇങ്ങനെ 3 പേരായിരുന്നു ഈ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാനായിട്ട് ഇവിടെ എത്തിയത്. ആ സമയത്ത് തന്നെ ഈ മതിലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് ഈ വീടിന്റെ ഉടമ അത് കോൺട്രാക്ടറെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തനം നടക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്തെ മതിൽ ഇടിയുന്നതായിട്ട് മറ്റൊരു അതിഥി തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് തന്നെ അതിഥി തൊഴിലാളി ഇവിടുന്ന് ഓടി പോവുകയായിരുന്നു. ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതിനടിയിൽ പെട്ടുപോയി. ഈ ഏറ്റവും കൂടുതൽ ഗുരുതരമായി പരിക്ക് പറ്റിയത് ഈ ഉദയമാഞ്ചിക്കായിരുന്നു. തലയിലേക്കാണ് പൂർണ്ണമായിട്ടും ഈ സ്ലാബ് വന്ന് വീണത്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പ്രദേശവാസി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പുറത്ത് പാറക്കല്ലായിരുന്നു വീണത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമല്ല, അത് തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് തന്നെ ഈ ഉദയമാഞ്ചി ഇവിടെ നിന്ന് ഈ കോഴിക്കോട് കക്കോടി ചെറുകുളം റൂട്ടിലെ ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യനിലയെ സംബന്ധിച്ചിടത്തോളം. ഒടുവിൽ ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം എന്നത് മരണം സ്ഥിരീകരിച്ചു എന്നതാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായിട്ടാണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ, കേരളത്തിന് തന്നെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കൂടി പ്രദേശവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രദേശവാസികൾ ആദ്യഘട്ടത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കാത്തതിനെ തുടർന്നാണ് വെള്ളിമാട് കുന്നിലെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിച്ചു. ഒരു ദുഷ്കരമായ രക്ഷാദൗത്യത്തിനൊടുവിൽ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഇയാളെ പുറത്തെടുത്ത് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിക്കുകയായിരുന്നു. നില ഗുരുതരമായതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ ചില പരിശോധനകൾക്ക് ശേഷം 1/2 മണിക്കൂറിന് ശേഷമാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.